what we are actually doing means we are just converting. Okay, we are just converting to canonical form. Actually, ഞാൻ നിങ്ങളോട് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ സ്റ്റേറ്റ് മോഡൽ നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഒരു മോഡല് ഒരു സ്റ്റേറ്റ് മോഡല് കാനോനിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, വാട്ട് ആർ ദ ഡിഫറെന്റ് അഡ്വാൻറ്റേജസ് ഇഫ് യു ആർ ജസ്റ്റ് കൺസിഡറിങ് ഒരു ഫേസ് വേരിയബിൾ അല്ലെങ്കിൽ കാനോനിക്കൽ വേരിയബിൾ ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം അനാലിസിസ് ഈസി ആയതുകൊണ്ട് തന്നെ നമുക്ക് കൺട്രോളബിൾ ആണോ എന്ന് നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആക്ച്വലി ദാറ്റ് ഈസ് ദ സെയിം മെത്തേഡ് വിച്ച് ഈസ് ആക്ച്വലി അഡോപ്റ്റഡ് ഫോർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ സ്റ്റേറ്റ് മോഡൽ. The same method which is actually used to check whether the system is controllable or not. That is, we are just converting our state model to canonical form. From that particular canonical form, we are just identifying whether this particular system is or state model is controllable or not. Okay, അപ്പം ഇവിടെ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരു കാനോനിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നത്? ഡിഫറെന്റ് ഡിസ്റ്റിങ്ക്ട് ഐഗൺ വാല്യൂസ് ഉള്ള കേസും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഐഗൺ വാല്യൂസ് ഉള്ള കേസുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഡിസ്റ്റിങ്ക്ട് ഐഗൺ വാല്യൂസും മൾട്ടിപ്പിൾ ഐഗൺ വാല്യൂസും ഉള്ള കേസസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇപ്പൊ ഡിസ്റ്റിങ്ക്ട് ഐഗൺ വാല്യൂസും മൾട്ടിപ്പിൾ ഐഗൺ വാല്യൂസും ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കൺവേർഷനിൽ നമ്മൾ ഒന്നാമത്തേത് നോർമൽ ആയിട്ടുള്ള കാനോനിക്കൽ ഫോം, അതായത് ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള ഐഗൺ വാല്യൂസ് ഉള്ള കേസിൽ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് വി ആർ ജസ്റ്റ് മേക്കിംഗ് എ മോഡൽ മെട്രിക്സ്. ദാറ്റ് മോഡൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എം ഇൻവേഴ്സ് എ എം എന്നാണ്. അപ്പോൾ മോഡൽ മെട്രിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ, രണ്ടാമത്തെ മൾട്ടിപ്പിൾ ഐഗൺ വാല്യൂസ് ഉള്ള കേസിൽ നമ്മൾ കൺവേർഷൻ നമ്മൾ നടത്തുന്നത് എന്ത് വെച്ചിട്ടാണ്? ജോർദാൻ കാനോനിക്കൽ ഫോമിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അതായത് വി ആർ ജസ്റ്റ് മേക്കിംഗ് ജെ ഈസ് ഈക്വൽ ടു എം ഇൻവേഴ്സ് എ എം. ഓക്കെ, മറ്റേതിന്റെ കേസിൽ ഗ്രാമിയൻ മെട്രിക്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഗ്രാമിയൻ മെട്രിക്സ് ഈസ് ഈക്വൽ ടു എം ഇൻവേഴ്സ് എ. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഗ്രാമിയൻ മെട്രിക്സ് വി ആർ ജസ്റ്റ് കൺസിഡറിങ് ജോർദാൻ കാനോനിക്കൽ ഫോം. അതായത് സെയിം ട്രാൻസ്ഫോർമേഷൻ പ്രൊസീജിയർ വിച്ച് ഈസ് അഡോപ്റ്റഡ് ഹിയർ ഓൾസോ. But what you are actually doing here is, okay, here the procedure is given. Here we can see the state model which is actually given is normal state model. From that state model, what we are doing means we are just converting that state model to canonical form. Okay, transformed state model. In that you already know that is Gaussian matrix. Gaussian matrix is equal to M inverse AM, B bar is equal to M inverse B, C bar is equal to CM. These are the things you already studied. Okay, in that state model, what you are actually doing means we are just checking the controllability and observability. Okay, how can we check the controllability from these equations? Okay, here what you are actually doing means we are just considering this B inverse or B bar. B bar എന്ന് പറയുന്ന ടേം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. B bar കണ്ടുപിടിച്ചിട്ട് ആ B ബാറിൽ എല്ലാ റോസും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റോ കംപ്ലീറ്റ് ആയിട്ട് 0 ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ സിസ്റ്റം എന്തല്ല, കൺട്രോളബിൾ അല്ല, അൺകൺട്രോളബിൾ ആണ്. സോറി, അൺകൺട്രോളബിൾ ആണ് ഏതെങ്കിലും റോ കംപ്ലീറ്റ് ആയിട്ട് 0 ആവുകയാണെങ്കിൽ. അപ്പം ദെൻ ആ ബി ബാറിന്റെ റോയില് ഒരു റോയും 0 ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ, കംപ്ലീറ്റ് ആയിട്ട് 0 ആയിട്ടില്ലെങ്കിൽ മാത്രമേ അത് എന്തായിട്ടുള്ളൂ, കൺട്രോളബിൾ ആവുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മൾ ട്രാൻസ്ഫോം ചെയ്തിട്ട് ഗിൽബർട്ട് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്, ഗിൽബർട്ട് മെത്തേഡ് ഓഫ് കൺട്രോളബിലിറ്റി ടെസ്റ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ ജസ്റ്റ് കൺസിഡറിങ് ദ ബി ബാർ. ഓക്കെ, ബി ബാർ എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ ഫോം ചെയ്തിട്ട് ആ ബി ബാറിൽ എന്താ ചെയ്യുന്നത്? ബി ബാർ എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എം ഇൻവേഴ്സ് ബി ആണ്. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും റോ കംപ്ലീറ്റ് ആയിട്ട് 0 വരുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പം എനി റോ ഓഫ് മെട്രിക്സ് എം ബി ബാർ ഈസ് ഈക്വൽ ടു 0, ദെൻ കറസ്പോണ്ടിങ് സ്റ്റേറ്റ് വേരിയബിൾ ഈസ് അൺകൺട്രോളബിൾ. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, കൽമാൻസ് ടെസ്റ്റിലെ വാട്ട് ഈസ് ആക്ച്വലി ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് കൽമാൻസ് ടെസ്റ്റ്? ഏത് സ്റ്റേറ്റ് വേരിയബിൾ ആണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ കൽമാൻസ് ടെസ്റ്റിന്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞത്. പക്ഷേ ഈ ഗിൽബർട്ട് ടെസ്റ്റിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? വി ക്യാൻ ഏബിൾ ടു ഐഡന്റിഫൈ വിച്ച് സ്റ്റേറ്റ് വേരിയബിൾ ഈസ് നോട്ട് എന്താണ് കൺട്രോളബിൾ. ഓക്കെ, ഏത് സ്റ്റേറ്റ് വേരിയബിൾ ആണ് കൺട്രോളബിൾ അല്ലെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഓപ്ഷൻ ഉണ്ട്. എങ്ങനെ? റോയിലെ എലമെന്റ്സ് റോ 0 ആവുകയാണെങ്കിൽ
അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് വേരിയബിൾസ് ആണ് കൺട്രോളബിൾ അല്ലാത്തത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതാണ് ഇതിന്റെ കേസിൽ ഏത് സ്റ്റേറ്റ് വേരിയബിൾ ആണ് കൺട്രോളബിൾ അല്ലാത്തത് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഏതിന്റെ കേസിൽ? ഇഫ് യു ആർ ജസ്റ്റ് കൺസിഡറിങ് ഗിൽബർട്ട് മെത്തേഡ് ഓഫ് ടെസ്റ്റിംഗ് കൺട്രോളബിലിറ്റി. ഓക്കെ, ഈ മെത്തേഡ് വഴി നമുക്ക് സാധിക്കും. അപ്പോൾ ഇതാണ് മെത്തേഡ്. ഇനിയിപ്പോൾ നിങ്ങൾ ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള ഐഗൺ വാല്യൂസ് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ സെയിം മെത്തേഡ് തന്നെയാണ്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഐഗൺ വാല്യൂസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, റിപ്പീറ്റഡ് ആയിട്ടുള്ള ഐഗൺ വാല്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ജോർദാൻ കനോനിക്കൽ ഫോമിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അത് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സെഡ് ബാർ ഈസ് ഈക്വൽ ടു ഗാമിയൻ മെട്രിക്സ് ഇൻറ്റു സെഡിന് പകരം ഇവിടെ എന്തായി ജോർദാൻ മെട്രിക്സ് ഇൻറ്റു സെഡ് ബി ബാർ യു y is equal to c bar z plus du എന്നാണ്. അപ്പോൾ ഇതിനകത്ത് ജോർദാൻ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എം ഇൻവേഴ്സ് എം ആണ്, ബി ബാർ എന്ന് പറഞ്ഞാൽ എം ഇൻവേഴ്സ് ബി ആണ്, അതുപോലെ തന്നെ സി ബാർ എന്ന് പറഞ്ഞാൽ സി എം ആണ്. അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു? സിസ്റ്റം കൺട്രോളബിൾ ആണെങ്കിൽ elements of any row of b bar that corresponds to the last row of each Jordan blocks are not all zero. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ, ബി ബാറിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് പാടില്ല? ഏറ്റവും ലാസ്റ്റത്തെ റോയിലെ രണ്ട് എലമെന്റ്സ്. ഓക്കെ, ആൻഡ് എന്ത് ചെയ്യാൻ പാടില്ല? ലാസ്റ്റ് റോ ഓഫ് ഈച്ച് ജോർദാൻ ബ്ലോക്ക് ആർ അതായത് നിങ്ങൾ ഇത്രയും കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. എന്താണ്? നമ്മൾ ബി ബാർ കൺസിഡർ ചെയ്തിട്ട് അവിടെയും നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്? ബി ബാറിന്റെ റോ 0 ആകുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റേറ്റ് വേരിയബിൾ മസ്റ്റ് നോട്ട് ഓൾ ഹാവ് സീറോസ്, അതായത് ദാറ്റ് കറസ്പോണ്ട്സ് ടു, അതായത് ബി ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതർ സ്റ്റേറ്റ് വേരിയബിൾസും എന്താകാൻ പാടില്ല? 0. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ബി ബാർ എന്ന് പറയുന്ന റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ബി ബാർ എന്ന് പറയുന്ന റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജോർദാൻ ബ്ലോക്ക് എന്താണ്? 0 അല്ല എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഇത് കൺട്രോളബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഞാൻ ജസ്റ്റ് ഇത്രയും മനസ്സിലാവും. നിങ്ങളിപ്പം ബി ബാർ എന്ന് പറയുന്ന മെട്രിക്സ് കൺസിഡർ ചെയ്തിട്ട് അതിനകത്തെ റോ 0 ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. അത് 0 അല്ല എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? 0 അല്ല എങ്കിൽ മാത്രമേ കൺട്രോളബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ആ പർട്ടിക്കുലർ റോയിലെ എലമെന്റ്സ് 0 ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ പർട്ടിക്കുലർ എലമെന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് വേരിയബിൾ അൺകൺട്രോളബിൾ ആണ് എന്ന് നമുക്ക് പറയാം. ഇതാണ് ആക്ച്വലി ദ മെത്തേഡ്. ഓക്കെ, അപ്പം ഇനിയിപ്പം ഒബ്സർവബിലിറ്റിയും ഇതേ മെത്തേഡ് വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഗിൽബർട്ട് ടെസ്റ്റേഡ് ഓഫ് ടെസ്റ്റിംഗ് കൺട്രോളബിലിറ്റിയും ഉണ്ട്, ഒബ്സർവബിലിറ്റിയും ഉണ്ട്. അപ്പം നമ്മളിവിടെ കൺട്രോളബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡും ഒബ്സർവബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡും ഡിഫറെന്റ് മെത്തേഡ്. ഓക്കെ, അപ്പം മെത്തേഡ് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡിഫറെന്റ് മെത്തേഡ് ഇൻ ദ സെൻസ് നമ്മൾ സെയിം പ്രൊസീജിയർ ആണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ ചെക്ക് ചെയ്യുന്ന എലമെന്റ്സ് മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം അതിനകത്ത് നമ്മൾ ചെയ്തത് എന്താണ്? ബി ബാർ എന്ന് പറയുന്ന മെട്രിക്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തത് ഒബ്സർവബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ, കൺട്രോളബിലിറ്റി ടെസ്റ്റ് ചെയ്യാനെങ്കിൽ സി ബാർ എന്ന് പറയുന്ന മെട്രിക്സ് ആയിരിക്കും നമ്മൾ ഏതിന് ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്? ഒബ്സർവബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓൺലി ദ ഡിഫറൻസ്. ഓക്കെ, അപ്പം ഇതിലും നമ്മൾ സെയിം പ്രൊസീജിയർ ആണ്. നമ്മൾ ജോർദാൻ മെട്രിക്സ് ആണെങ്കിലും ഐഗൺ വാല്യൂസ്, ഡിസ്റ്റിങ്ക്ട് ഐഗൺ വാല്യൂസ് ആയ കേസും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഐഗൺ വാല്യൂസ് ആയിട്ടുള്ള കേസും നമ്മൾ കൺസിഡർ ചെയ്ത്, അപ്പം ഇവിടെയും നമ്മൾ ചെക്ക് ചെയ്യുന്നത് ആക്ച്വലി എന്താണ്? സി ബാറും ബി ബാറും തന്നെയാണ്. ഓക്കെ, അപ്പോൾ സി ബാർ ആണ് ആക്ച്വലി ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? നമുക്ക് ഓൾറെഡി പറഞ്ഞു എന്താണ് ഒബ്സർവബിലിറ്റി. ഒബ്സർവബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം. ഒബ്സർവബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് എല്ലാ സ്റ്റേറ്റ് വേരിയബിളും നമുക്ക് കിട്ടുമെങ്കിൽ നമുക്ക് അതിനെ ഒബ്സർവബിൾ ആണ് എന്ന് പറയാം. ഓക്കെ, ഔട്ട്പുട്ട് ഇക്വേഷനിൽ നിന്ന് നമുക്ക് എല്ലാ സ്റ്റേറ്റ് വേരിയബിൾസിനെയും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുകയാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് ആക്ച്വലി ഒബ്സർവബിൾ. അപ്പം ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഔട്ട്പുട്ട് ഇക്വേഷൻ വെച്ചിട്ടായിരിക്കണം, അല്ലെ? ഔട്ട്പുട്ട് ഇക്വേഷനിലാണ് സി എന്ന് പറയുന്ന ടേം വരുന്നത്. ഒബ്സർവബിലിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് കൺട്രോളബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ സ്റ്റേറ്റ് വേരിയബിൾസിനെ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അതിനെയാണ് കൺട്രോളബിൾ എന്ന് പറയുന്നതെങ്കിൽ. ഒബ്സർവബിലിറ്റി എന്ന് പറയുന്നത് ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് എല്ലാ സ്റ്റേറ്റ് വേരിയബിൾസും കിട്ടുവാണെങ്കിൽ നമുക്ക് അതിനെ ഒബ്സർവബിൾ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒബ്സർവബിൾ ആകണം എങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? If you want to make that observable, means the necessary and sufficient condition for completely observability is that none of the columns of C bar must be 0. Okay, C barന്റെ മെട്രിക്സിലെ കോളം മെട്രിക്സ് none of the columns of C bar
ബി 0. അപ്പൊ നമ്മൾ നേരത്തെ കൺട്രോളബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്, റോ ആണ് ചെക്ക് ചെയ്തത് അല്ലെ. ബി ബാറിന്റെ പർട്ടിക്കുലർ റോ 0 ആയിട്ടുണ്ടെങ്കിൽ ഒബ്സർവബിൾ അല്ല എന്ന് പറയുമെങ്കിൽ, ഇവിടെ ആക്ച്വലി എന്താ ചെയ്യുന്നത്, നമ്മൾ കോളം സി ബാറിന്റെ ഏതെങ്കിലും കോളംസ് 0 ആകാൻ പാടില്ല. 0 ആയിട്ടുണ്ടെങ്കിൽ ആ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് വേരിയബിൾ ഒബ്സർവബിൾ അല്ല. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, സി ബാറിൽ ഏതെങ്കിലും എലമെന്റ്സ് അല്ലെങ്കിൽ സി ബാറിലെ കോളംസിലെ ഏതെങ്കിലും കോളം 0 ആയിട്ടുണ്ടോ എന്ന് നോക്കുക. 0 ആയിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് വേരിയബിൾ എന്തായിരിക്കും, ഒബ്സർവബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇത്ര ചെക്ക് ചെയ്താൽ മതി. ബി ബാറും സി ബാറും ചെക്ക് ചെയ്യുക. ബി ബാർ ചെക്ക് ചെയ്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, കൺട്രോളബിലിറ്റി ചെക്ക് ചെയ്യാം. സി ബാർ കൺസിഡർ ചെയ്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഒബ്സർവബിലിറ്റി കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഓൺലി ദ ബേസിക് കൺസെപ്റ്റ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഗിൽബർട്ട് മെത്തേഡ് ഓഫ് ടെസ്റ്റിംഗിൽ നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നു, വി ആർ ജസ്റ്റ് കൺവേർട്ടിങ് അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വി ആർ ജസ്റ്റ് ട്രാൻസ്ഫോമിങ് ദിസ് ഇൻടു എന്താണ്, സ്റ്റേറ്റ് മോഡലിലേക്ക് ഒരു കാനോനിക്കൽ ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ബി ബാർ കൺസിഡർ ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, കൺട്രോളബിൾ ആണോ എന്ന് കണ്ടുപിടിക്കാം. സി ബാർ കൺസിഡർ ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് പിടിക്കാം, ഒബ്സർവബിൾ ആണോ എന്ന് കണ്ടുപിടിക്കാം. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ ആണോ അബിൻ മാത്യു? ഓക്കെ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്യാം. ഇപ്പൊ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട്, നിങ്ങൾ ഒബ്സർവബിലിറ്റി കൺട്രോളബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും സിമ്പിൾ ആയിട്ടുള്ളത്, നമുക്ക് ഏത് സ്റ്റേറ്റ് വേരിയബിൾ ആണ് കൺട്രോളബിൾ അല്ല എന്ന് അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഏത് മെത്തേഡിലേക്ക് പോയാൽ മതി, ഗിൽബർട്ട് ടെസ്റ്റിലേക്ക് പോയാൽ മതി. കൽമാൻസ് ടെസ്റ്റ് നമുക്ക് യൂസ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. കൽമാൻസ് ടെസ്റ്റ് ആണ് ഈസി. ഇപ്പൊ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഗിൽബർട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൽമാൻസ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒബ്സർവബിലിറ്റിയും കൺട്രോളബിലിറ്റിയും കണ്ടുപിടിച്ചാൽ മതി. അതാണ് ഈസി ആയിട്ടുള്ള മെത്തേഡ്. അപ്പൊ നോർമലായിട്ട് നമുക്ക് കൽമാൻസ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ മാത്രം നിങ്ങൾ ഇതിലേക്ക് പോയാൽ മതി, ഗിൽബർട്ട് ടെസ്റ്റിലേക്ക് പോയാൽ മതി. ഓക്കെ, ഇപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കുക ക്വസ്റ്റ്യൻ. ഓക്കെ, സ്റ്റേറ്റ് മോഡൽ തന്നിട്ടുണ്ട്, എക്സ് ബാർ, x1 bar, x2 bar, x1 dot, x2 dot, x3 dot, these values. Okay, സ്റ്റേറ്റ് ഇക്വേഷനും ഔട്ട്പുട്ട് ഇക്വേഷനും നമുക്ക് തന്നിട്ടുണ്ട്. കൺവേർട്ട് ദ സ്റ്റേറ്റ് മോഡൽ ടു കൺട്രോളബിൾ ഫേസ് വേരിയബിൾ ഫോം. അതായത് കൺട്രോളബിൾ ഫേസ് വേരിയബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആക്ച്വലി എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതിനെ കാനോനിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് കൺട്രോളബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം, അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ മാത്രം നിങ്ങൾ ഈ ഗിൽബർട്ട് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ നോർമൽ ആയിട്ടുള്ള കൽമാൻസ് ടെസ്റ്റ്, അതാണ് ഈസി മെത്തേഡ് ഫോർ ടെസ്റ്റിംഗ് ദ കൺട്രോളബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഹിയർ വി ക്യാൻ സി ദിസ് ഈസ് ആക്ച്വലി ദ സ്റ്റേറ്റ് ഇക്വേഷൻ. ഓക്കെ, ഇൻ ദ സ്റ്റേറ്റ് ഇക്വേഷൻ എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി യു അല്ലെ, ഈ ഫോമിലാണ്. വൈ എന്ന് പറഞ്ഞാൽ സി വൈ ഈക്വൽ ടു സി എക്സ്. ഓക്കെ, സി എക്സ് പ്ലസ് ഡി ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എ ഈസ് ആക്ച്വലി 0 0 1 -2 -3 0 0 2 3. അപ്പം ഇപ്പോൾ നമുക്ക് ആക്ച്വലി എന്താണ്, സിസ്റ്റം മെട്രിക്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഐഗൺ വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് ആണോ റിപ്പീറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ലാംഡ ഐ മൈനസ് എ കൺസിഡർ ചെയ്യുന്നു അല്ലേ. ലാംഡ ഐ മൈനസ് എയിൽ കിട്ടുന്ന ഐഗൺ വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. അത് കാനോനിക്കൽ ഫോമിലേക്ക് പോകണോ, ജോർദാൻ കാനോനിക്കൽ ഫോമിലേക്ക് പോകണോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അതിനുശേഷമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എ കിട്ടിക്കഴിഞ്ഞാൽ ലാംഡ ഐ മൈനസ് എ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ലാംഡ ഐ മൈനസ് എ എന്ന് പറഞ്ഞാൽ ലാംഡ 0 0 0 ലാംഡ 0 0 0 ലാംഡ മൈനസ് എ എന്ന് പറയുന്നത് ഇതാണ്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ലാംഡ 0 -1 2 ലാംഡ പ്ലസ് 3 0 0 -2 ലാംഡ പ്ലസ് 3 എന്ന് കിട്ടി. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി ലാംഡ ഐ മൈനസ് എ. ആക്ച്വലി നമുക്ക് ഐഗൺ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ ഐ മൈനസ് എ ഈക്വൽ ടു 0 കൊടുത്തിട്ട് അതിൽ നിന്ന് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ ഐ മൈനസ് എ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ലാംഡ ക്യൂ പ്ലസ് 6 ലാംഡ സ്ക്വയർ പ്ലസ് 9 ലാംഡ പ്ലസ് 4 എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ലാംഡ ക്യൂ പ്ലസ് 6 ലാംഡ സ്ക്വയർ പ്ലസ് 9 ലാംഡ പ്ലസ് 4. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി ദ ഇക്വേഷൻ വി കെ എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഐഗൺ വാല്യൂസ് നോക്കുക. നമ്മൾ കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാം അല്ലെ. അപ്പോൾ നമുക്ക് കിട്ടുന്ന റൂട്ട്സ് നിങ്ങൾ നോക്കുവാണെങ്കിൽ വി ക്യാൻ ഗെറ്റ് ലാംഡ 1 -1 ലാംഡ 2 -1 ലാംഡ 3 4. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്,
റിപ്പീറ്റഡ് ആയിട്ടുള്ള ഐഗൺ വാല്യൂസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത് ഏതിലേക്കാണ്? ജോർദാൻ കാനോനിക്കൽ ഫോമിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ റിപ്പീറ്റഡ് ഐഗൺ വാല്യൂസ് വന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഹിയർ വി ക്യാൻ സീ. അപ്പം ഇവിടെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടേഴ്സ് കാണാം. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ ഉള്ള പ്രൊസീജിയർ നിങ്ങൾക്ക് അറിയാം. നമ്മൾ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ലാംഡ 1 i മൈനസ് എ വെച്ചിട്ട് തന്നെ കണ്ടുപിടിച്ചിട്ട് ലാംഡ 1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടുത്തതും നമ്മൾ ഈ ലാംഡ 1ന്റെ ഡിഫറൻഷിയേഷൻ വെച്ചിട്ടാണ് നമ്മൾ ലാംഡ 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലാംഡ i മൈനസ് എ എന്ന് തന്നെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു. ലാംഡ i മൈനസ് എ, ലാംഡ 1 i മൈനസ് എ എന്ന് പറഞ്ഞാൽ അപ്പോൾ ലാംഡ 1ന്റെ വാല്യൂ പിന്നെ ആയിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ലാംഡ 1 i മൈനസ് എയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫസ്റ്റ് റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഫാക്ടേഴ്സ്. ഓക്കെ, അതാണ് നമ്മളുടെ ഐഗൺ വെക്ടേഴ്സ് എന്ന് പറയാം. നിങ്ങളത് പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ പ്രോബ്ലം നമ്മൾ ചെയ്ത് അങ്ങനെയാണ്. അതായത് ഈ C11, C12, C13 ഓക്കെ, ഈ 3 കോഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. അത് കോളമായിട്ട് എഴുതുവാണെങ്കിൽ അതായിരിക്കും നമ്മളുടെ ഐഗൺ വെക്ടേഴ്സ് എന്ന് പറയാം. അപ്പോൾ C11 എന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് ലാംഡ 1 സ്ക്വയർ പ്ലസ് 6 ലാംഡ 1 പ്ലസ് 9 ആയിരിക്കും കിട്ടുക. C12ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 2 ലാംഡ 1 മൈനസ് 6 ആയിരിക്കും കിട്ടുക. C13 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ലാംഡ മൈനസ് 4 ആയിരിക്കും കിട്ടുക. അതായത് കോഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. അതായത് ഇത് C13 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1 ആണ്. അതായത് i പവർ 4 ആണ്. അപ്പം മൈനസ് അല്ല, 1 തന്നെയാണ്. പിന്നെന്താണ്? 4 ആയിരിക്കും നമുക്ക് വരിക. -4 ഒപ്പം വന്നു. ഓക്കെ, -4. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ദിസ് ഈസ് ആക്ച്വലി ദ പ്രൊസീജിയർ. ദാറ്റ്സ് ഓൾ. ഈ C13യും C12 11ഉം C12 C13യും കിട്ടി. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂവിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ലാംഡ 1ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വി ക്യാൻ ഗെറ്റ് എന്താണ്? -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ വി ക്യാൻ ഗെറ്റ് ദ വാല്യൂ ആസ് 4 -4 -4 എന്നായിരിക്കും കിട്ടുക. 4 -4 -4 ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഐഗൺ വെക്ടർ. ഓക്കെ, ലാംഡ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടേഴ്സ്. ഇനിയിപ്പം ലാംഡ 2 എന്ന് പറയുന്നത് -1 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ഡിഫറൻഷിയേറ്റ് d ലാംഡ 1 ഓഫ് C11ഉം ലാംഡ 2 ഓഫ് C12ഉം ലാംഡ 1 ഓഫ് C13യും ചെയ്തിട്ട് അതിൽ ലാംഡ 1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ലാംഡ 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ പ്രൊസീജിയർ. ഓക്കെ, M2 കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? d ലാംഡ 1 ഓഫ് C11 ലാംഡ 1 ഓഫ് C12 C13. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അതിനുവേണ്ടിയാണ് നമ്മൾ റിപ്പീറ്റഡ് വന്നപ്പോൾ ഈ ലാംഡയ്ക്ക് ലാംഡ തന്നെ കൊടുത്തിട്ട് പിന്നെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പം 2 ലാംഡ പ്ലസ് 6 ആണ് ആദ്യത്തെ കേസ് വരിക. അടുത്തത് -2, അടുത്തത് 0. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് നമുക്ക് കിട്ടി. ഇനി ലാംഡ 1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ 4 - 2 0 കിട്ടി. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി M2. ഇനിയിപ്പം ലാംഡ 3 മൈനസ് എ എന്ന് പറയുന്നത് ലാംഡ 3യുടെ വാല്യൂ ആക്ച്വലി നിങ്ങൾക്ക് അറിയാമായിരുന്നു. ലാംഡ 3 എത്രയായിരുന്നു? ലാംഡ 3 ഈസ് 4. ഓക്കെ, 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പം 4ന് കറസ്പോണ്ടിങ് -4 4 0. അപ്പം ഇത് നമുക്ക് കിട്ടുന്നത് -4 0 -1 2 -1 0 0 -2 -1. അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫസ്റ്റ് കോളം നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അവിടുന്ന് കണ്ടുപിടിക്കുന്ന കോഫാക്ടേഴ്സ് ആയിരിക്കും അതിന്റെ ഐഗൺ വെക്ടേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന C1ന്റെ വാല്യൂ 1, C12ന്റെ വാല്യൂ 2, C13യുടെ വാല്യൂ 4 ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാം, കോഫാക്ടർ കണ്ടുപിടിക്കാൻ അറിയാമെന്ന് വിചാരിക്കും. അപ്പം അത് നമ്മൾ കോളമായിട്ട് എഴുതുവാണെങ്കിൽ അതാണ് M3. അപ്പോൾ ഇത് മോഡൽ മെട്രിക്സ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട് അത് കോളം വൈസ് എഴുതുന്നതാണ് നമ്മളുടെ മോഡൽ മെട്രിക്സ് എന്ന് പറയാം. അപ്പോൾ മോഡൽ മെട്രിക്സ് M = M1 M2 M3. ഇപ്പോൾ 4 - 4 4 4 - 2 0 1 2 -4. അപ്പോൾ ഇതാണ് നമ്മളുടെ മോഡൽ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ മോഡൽ മെട്രിക്സ് കിട്ടി. ഇനിയിപ്പോൾ എന്താണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്? ജോർദാൻ കാനോനിക്കൽ ഫോമിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. M ഇൻവേഴ്സ് AM. അതെ, അപ്പോൾ ഇവിടെ നമ്മൾ M ഇൻവേഴ്സ് AM ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ജോർദാൻ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പം M ഇൻവേഴ്സ് നമുക്ക് കാണാൻ അറിയാം, കോഫാക്ടറിന്റെ ട്രാൻസ്വേഴ്സ് ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ്. ഓക്കെ, അത് നിങ്ങൾക്കറിയാം. ഡിറ്റർമിനന്റ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ -72 കിട്ടി. M ട്രാൻസ്വേഴ്സിന്റെ കോഫാക്ടർ. അപ്പോൾ M ട്രാൻസ്വേഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ കോഫാക്ടർ കണ്ടുപിടിച്ചിട്ട് അതിന്റെ ട്രാൻസ്വേഴ്സ് ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ കോഫാക്ടർ നമ്മൾ നേരത്തെ പ്രൊസീജിയർ പ്രകാരം കണ്ടുപിടിക്കണം. C11 C12 C13 C21 C22 C23 C31 C32 C33. അപ്പോൾ ഈ 3 വാല്യൂസും വെച്ചിട്ട് നമ്മൾ കോഫാക്ടർ കണ്ടുപിടിച്ചതിന് ശേഷം കിട്ടുന്ന നമുക്ക് വാല്യൂ ആയിരിക്കും എന്ത്? -8 -24 -8 16 -12 -16 10 -12 8 ഓൾ ട്രാൻസ്വേഴ്സ്.
അപ്പോൾ ഇതിൽ നമുക്ക് ട്രാൻസ്വേഴ്സ് ചെയ്തുവാണെങ്കിൽ ഇത് കോളം റോ ആക്കി എഴുതി, അതായത് റോ കോളം ആക്കി. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 8 - 24 - 8, 16 - 12 - 12, 10 - 12, 8. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി എന്താണ് അഡ്ജോയിന്റ് ഓഫ് എം, ദാറ്റ് ഈസ് കോഫാക്ടറിന്റെ ട്രാൻസ്വേഴ്സ്. ഇനി എം ഇൻവേഴ്സ് എന്ന് പറയുന്നത് അഡ്ജോയിന്റ് ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ്. അപ്പം അഡ്ജോയിന്റ് ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 72 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വി ക്യാൻ സി ഇവിടെ നമ്മൾ 18, അതായത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. 72നെ 4 കൊണ്ട് ഓൾ ഡിവൈഡഡ് ബൈ 4, ദാറ്റ് ഈസ് 8നെ കണ്ടുമ്പോൾ ഇത് -2 കിട്ടി, ഇത് -4 കിട്ടി, ഇത് -2.5633. അപ്പോൾ ദിസ് ഈസ് ആക്ച്വലി ദ എം ഇൻവേഴ്സ് വാല്യൂ. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്, ഇവിടെ ജോർദാൻ കാനോനിക്കൽ ഫോമിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ബിക്കോസ് ആക്ച്വലി എന്താണ് ജോർദാൻ കാനോനിക്കൽ റിപ്പീറ്റഡ് ഐഗൺ വാല്യൂസ് വന്നതുകൊണ്ടാണ് ജോർദാൻ കാനോനിക്കൽ ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തത്. അപ്പം ജോർദാൻ കാനോനിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്കറിയാം എം ഇൻവേഴ്സ് എ എം. എം ഇൻവേഴ്സ് എ എം നമ്മൾ നോക്കുന്നു, എം ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻറ്റു എം. ഓക്കെ, എ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി സിസ്റ്റം മെട്രിക്സ് ആണ്, എം എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചതാണ്. എം ഇൻവേഴ്സ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് -1 1 0 -1 0 0. അതാണ് ഈ ബ്ലോക്കാണെയാണ് നമ്മൾ ജോർദാൻ ബ്ലോക്ക് എന്ന് പറയാം. അതായത് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് -1 നമുക്ക് കിട്ടിയ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഐഗൺ വാല്യൂസ് ഈ കോളത്തിൽ ഈ ഡയഗണൽ ആയിട്ട് വരുവാണെങ്കിൽ അങ്ങനെയുള്ള ബ്ലോക്കിനെയാണ് നമ്മൾ എന്ത് പറയുക. നമ്മൾ നേരത്തെ ഒരു ജോർദാൻ ബ്ലോക്ക് നമ്മൾ കണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ഞാൻ അറിയത്തില്ല. കഴിഞ്ഞ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മൾ ജോർദാൻ ബ്ലോക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഐ വിൽ ഷോ യു. ഓക്കെ, ഹിയർ വി ക്യാൻ സി ജോർദാൻ ബ്ലോക്ക്. ഇതുണ്ടോ, ഇവിടെ നമുക്ക് ഐഗൺ വാല്യൂസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നത് 3 1, അവിടെ 1 എന്ന് പറയുന്നത് 0 എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഈ ബ്ലോക്കിനെയാണ് നമ്മൾ ജോർദാൻ ബ്ലോക്ക് എന്ന് പറയാം. അപ്പോൾ ചിലപ്പോൾ ലോസ്റ്റ് കോർണറിൽ വരാം, എവിടെ വേണമെങ്കിലും ഈ ജോർദാൻ ബ്ലോക്ക് വരാം. പക്ഷേ ഈ ജോർദാൻ മെട്രിക്സിൽ ഈ ജോർദാൻ ബ്ലോക്സ് ഉണ്ടാവും, അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ 3 1 1 0. അപ്പം ദിസ് ഈസ് ആക്ച്വലി ദ ജോർദാൻ ബ്ലോക്ക്. ഇപ്പോഴത്തെ കിട്ടിയ ജോർദാൻ ബ്ലോക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് -1 -1 ആണ്. അപ്പം ആ -1 -1 ഈ ജോർദാൻ ബ്ലോക്കിലുണ്ട്. ഓക്കെ, -1 -1 1 0. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും 0 0 -4. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി ജോർദാൻ ബ്ലോക്ക്. ഓക്കെ, അപ്പം നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ കാണേണ്ടത് കൺട്രോളബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. ഓക്കെ, ഐ വിൽ ഷോ യു. എം ഇൻവേഴ്സ് ബി നമ്മൾ നോക്കുക. എം ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, ഇൻറ്റു ബി. ബി എന്ന് പറയുന്നത് 0 2 0, അതായത് ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടിയതാണ് 0 2 0 ബിയുടെ വാല്യൂ. അപ്പം -4/9 3/9 4/9 ആയിരിക്കും നമുക്ക് കിട്ടുക. ഈ സി ഇൻവേഴ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ സി ബാർ എന്ന് പറയുന്നത് സി എം എന്നാണ്. അതായത് ഓൾറെഡി കണ്ടിട്ടാണ്, സി എന്ന് പറയുന്നത് 100 ആണ്, എം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. അപ്പോൾ 441 എന്ന് കിട്ടി. അപ്പം ഇവിടെ ജോർദാൻ കാനോനിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് കൺട്രോളബിൾ ഫോമിലേക്ക് ആക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജോർദാൻ കാനോനിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ z.b+b⁻u, y=c⁻z+du, ഇങ്ങനെയാണ് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഫോമിലേക്ക് നമുക്ക് അതിനെ എഴുതാം. ദാറ്റ് ഈസ് ഓൾ. ഇത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. z, ഓക്കെ, ജെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, ഇൻറ്റു z1 z1 z2 z3, പിന്നെ പ്ലസ് എന്താണ് b⁻u. b ബാർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, 493949. ഓക്കെ, ഇൻറ്റു യു. ഓക്കെ, y=c⁻z. ഓക്കെ, c⁻z+d, d എന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് c⁻z. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ എന്താണ് ബി ബാർ എന്ന് പറയുന്ന റോ നിങ്ങൾ ചെക്ക് ചെയ്യുക മാത്രം മതി. ബി ബാറിന്റെ ഏതെങ്കിലും റോ 0 ആയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഈ ബി ബാർ എന്ന് പറയുന്ന റോ നമുക്ക് 0 ആകാത്തത് കൊണ്ട് തന്നെ ഈ സിസ്റ്റം ഈസ് കംപ്ലീറ്റ്ലി കൺട്രോളബിൾ. അതുപോലെ തന്നെ സി ബാറിന്റെ കോളം നിങ്ങൾ ടച്ച് ചെയ്യാം. ഏതെങ്കിലും കോളം 0 ആയിട്ട് വന്നിട്ടുണ്ടോ? സി ബാർ എന്ന് പറയുന്ന കോളം നമ്മളുടെ സി ബാർ എന്ന് പറയുന്നതിനകത്ത് ഏതെങ്കിലും കോളം 0 ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് അൺഒബ്സർവബിൾ ആവുള്ളൂ, ഒബ്സർവബിൾ അല്ലാതാവുള്ളൂ. ഓക്കെ, ഇവിടെ ഒബ്സർവബിലിറ്റിയും നമുക്ക് എന്ത് പറയാൻ പറ്റും, സിസ്റ്റം ഈസ് ഒബ്സർവബിൾ ആണെന്നും പറയാൻ പറ്റും, കൺട്രോളബിൾ ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആണോ? കൺട്രോളബിലിറ്റി, ഒബ്സർവബിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. നമ്മളിപ്പം ഈ ട്രാൻസ്ഫോം മോഡലിലേക്ക് വരുന്നില്ലെങ്കിലും നമുക്ക് എന്താണ്, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇത് കൽമാൻസ് ടെസ്റ്റ് വെച്ച് നിങ്ങൾ ഒബ്സർവബിലിറ്റി ചെയ്യാൻ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക. ഇത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? വിനീഷ?
ക്ലിയർ ആണോ? ബി ബാർ സി ബാർ. സർ. ഓക്കെ. അപ്പം നിങ്ങൾ ഇത് ഇത്രയും മനസ്സിലാക്കുക. ബി ബാർ എന്താണ്, സി ബാർ എന്താണ്. ബി ബാർ എന്ന് പറയുന്നത് ജസ്റ്റ് കൺവേർഷൻ, നമ്മൾ നേരത്തെ ചെയ്ത ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ സ്റ്റേറ്റ് മോഡൽ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒബ്സർവബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സി ബാർ കൺസിഡർ ചെയ്യുന്നു, കൺട്രോളബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ബി ബാർ നമ്മൾ ചെക്ക് ചെയ്യുന്നു. അതിനകത്ത് ഏതെങ്കിലും റോ 0 ആയിട്ടുണ്ടോ എന്ന് നോക്കുന്നു. സി ബാറിൽ നമ്മൾ എന്താണ്, ഏതെങ്കിലും കോളം 0 ആയിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരു പ്രോബ്ലം ഉള്ള ക്വസ്റ്റ്യൻ ആണ്, മെട്രിക്സ് കൂടുതലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാമെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത് നമുക്ക് തന്നിട്ടുള്ളത് വെരിഫൈ ദ കൺട്രോളബിലിറ്റി ഗിവൺ ദാറ്റ് x1 ഡോട്ട്, അതായത് സ്റ്റേറ്റ് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, x1 ഡോട്ട് x2 ഡോട്ട് x3 ഡോട്ട്. അപ്പം ഇതിന്റെ സ്റ്റേറ്റ് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ മെട്രിക്സ് ഫോമിലേക്ക് ആദ്യം കൺവേർട്ട് ചെയ്യുക. അതാണ് നമ്മൾ ആദ്യത്തെ പ്രൊസീജിയർ. നിങ്ങൾ ചെയ്യേണ്ട പ്രൊസീജിയർ ആദ്യം എന്താണ്, നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ് ഇക്വേഷനെ മെട്രിക്സ് ഫോം, അതായത് മെട്രിക്സ് ഫോം വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് x1 ഡോട്ടിനെയും ഇതിനെ മെട്രിക്സ് ഫോമിലേക്ക് ആക്കി. അപ്പോൾ 0 1 0 0 0 1 0. ഇത് നോക്കുക, x1 ഡോട്ട് എന്ന് പറഞ്ഞാൽ x2 പ്ലസ് u1 എന്നാണ്. അപ്പം x2 മാത്രമേ നമുക്കുള്ളൂ, x3 ഇല്ല. അപ്പം ഇതൊരു സ്റ്റേറ്റ് വേരിയബിൾസ് x1 ഡോട്ട് x2 ഡോട്ട് x3 ഡോട്ട് എന്ന് പറയുമ്പോൾ 3 സ്റ്റേറ്റ് വേരിയബിൾസ് ഉണ്ടെന്ന് നമുക്കറിയാം, x1 x2 x3. പിന്നെ x2 1 0 എന്ന് കിട്ടി. x2 ഡോട്ട് എന്ന് പറഞ്ഞാൽ x3 ആണ്, അതായത് നമുക്ക് എന്താ ചെയ്യാം, അതും 1 ആണ്. x3 ഡോട്ട് എന്ന് പറയുന്നതിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ x1ന്റെ ടേംസ് ഇല്ല, 0 ആണ്. x2ന്റെ ടേം -2 ആണ്, x3യുടെ ടേം -3 ആണ്. ഓക്കെ. പിന്നെ യുവിന്റെ ടേം 2 ഉണ്ട്, 0 1 1, u1 ആൻഡ് u2. അപ്പം 1 1 ഇവിടെ ആദ്യത്തെ x1 ഡോട്ടിന്റെ കേസിൽ 0 1, അതായത് ഒരു u1 മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് അത് എഴുതിയാൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ആക്ച്വലി u1 പ്ലസ് u2 എന്നാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് ഇവിടെ 1 0 എന്നാണ് വരേണ്ടത് കേട്ടോ. ഓക്കെ. x1 ഡോട്ടിൽ u1 ആണ്, അതുകൊണ്ട് തന്നെ 1 0 എന്നാണ് ആക്ച്വലി ഇവിടെ വരേണ്ടത്. അങ്ങനെയാണല്ലോ ശരിയാവുള്ളൂ. ഓക്കെ. അപ്പോൾ u1 പ്ലസ് 0. ഓക്കെ. അടുത്തതിൽ u1 u2 ഇല്ല, അടുത്തതിൽ u1 u2 ഉണ്ട്. ഓക്കെ. അപ്പം ദിസ് ഈസ് ആക്ച്വലി ദ സ്റ്റേറ്റ് ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കറിയാം, ഇത് നമുക്ക് കൽമാൻസ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. കൽമാൻസ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. കൽമാൻസ് ടെസ്റ്റ് എന്താണ് പറയുന്നത്, കൽമാൻസ് ടെസ്റ്റിൽ നമ്മൾ കൺട്രോളബിലിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, ഒരു കോമ്പോസിറ്റ് മെട്രിക്സ് നമ്മൾ മേഡ് ചെയ്യുന്നു. ആ കോമ്പോസിറ്റ് മെട്രിക്സിൽ ബി എ ബി എന്തൊക്കെയാണ് എലമെന്റ്സ് ഉള്ളത്, ബി എ ബി എ സ്ക്വയർ ബി, എത്ര വരെയാണ്, എ പവർ n മൈനസ് 1 ബി. ഇങ്ങനെയാണ് കോമ്പോസിറ്റ് മെട്രിക്സ്. ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ n മൈനസ് 1 എന്ന് പറഞ്ഞാൽ, n എന്ന് പറഞ്ഞാൽ എത്രയാണ്, നമ്പർ ഓഫ് സ്റ്റേറ്റ് വേരിയബിൾസ്. ഇവിടെ എത്രയാണ് നമ്പർ ഓഫ് സ്റ്റേറ്റ് വേരിയബിൾസ്, 3 സ്റ്റേറ്റ് വേരിയബിൾസ് ആണ്. അപ്പം n മൈനസ് 1 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എത്രയാണ്, 2 ആണ്. ഓക്കെ. അപ്പൊ 2 വന്നതുകൊണ്ട് തന്നെ നമുക്ക് എവിടം വരെ എഴുതണം, QC എന്ന് പറയുന്നത് ബി എ ബി എ സ്ക്വയർ ബി, ഇത്രയും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബി കണ്ടുപിടിക്കുക, എ നമുക്കറിയാം, എ ബി നമ്മൾ കണ്ടുപിടിച്ചു. എ ബി എന്ന് പറയുന്നത് നമുക്ക് 0 1 1 1 -1 3 എന്ന് കിട്ടും. എ സ്ക്വയർ ബി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ എ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ അല്ലേ, എ ഇൻറ്റു എ ആണ്. അപ്പോൾ എ ഇൻറ്റു എ കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ. അത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പ്രോബ്ലം ആയിട്ട് വരും. അതായത് നമ്മുടെ നോർമലായിട്ട് 3x3 മെട്രിക്സ് ഒക്കെ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം, ഇതൊരു 6x3 മെട്രിക്സ് ആയിരിക്കും വരിക. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുന്നത്. അപ്പോൾ അതിനെ 3x3യിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മൾ ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി എന്താണ്, ഗിൽബർട്ട് ടെസ്റ്റിലേക്ക് പോകേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് വന്നാൽ മാത്രം നിങ്ങൾ ഗിൽബർട്ട് ടെസ്റ്റിലേക്ക്, ഇവിടെ ഇത് കൽമാൻസ് ടെസ്റ്റ് വെച്ച് തന്നെ ചെയ്തിരിക്കുന്നത്, അവിടെ ഒരു ഈ മെട്രിക്സിനെ 3x3യിലേക്ക് കൺവേർട്ട് ചെയ്തു എന്നിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് 5x3 മെട്രിക്സിനെ 3x3യിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ അതൊരു കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം എ സ്ക്വയർ ബി കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എന്ത് വരും, ആദ്യം ബി എന്ന് പറയുന്നത് 0 1 0 0 1 1, പിന്നെ എ ബി എന്ന് പറയുന്നത് ഇങ്ങനെ വന്നു, എ സ്ക്വയർ ബി എന്ന് പറയുന്നത് ഇത്രയും വന്നു. അപ്പം എത്രയായി, എലമെന്റ്സ് 5 റോസ് തന്നെയായി, 5 കോളംസ് തന്നെയായി. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ബുദ്ധിമുട്ടാണ്, നമുക്ക് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിലേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. അപ്പോൾ അത് ഗിൽബർട്ട് ടെസ്റ്റിലേക്ക് നിങ്ങൾ പോകുന്നതായിരിക്കും നല്ലത്. കൽമാൻസ് ടെസ്റ്റ് വെച്ച് ചെയ്തിട്ട് ചെയ്യാതെ ഗിൽബർട്ട് ടെസ്റ്റിലേക്ക് പോകും. അപ്പോൾ അത് ഞാൻ അതുകൊണ്ടാണ് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ എങ്ങനെയായിരിക്കണം നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടതെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ദാറ്റ്സ് ഓൾ.
ഇതൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ ഗിൽബർട്ട് ടെസ്റ്റ് വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അതായത് നിങ്ങൾ കൺവേർട്ട് ചെയ്ത് അതിനെ എന്ത് ചെയ്യാം, അതിന്റെ ബി ബാർ കണ്ടുപിടിച്ചിട്ട് ബി ബാറും എന്താണ് സി ബാർ നോക്കുക. അത് ഓക്കെ ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം, കൺട്രോളബിൾ ആണ്, ഒബ്സർവബിൾ ആണ് എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് ഇതേ പ്രോബ്ലം തന്നെയാണ്. യു ക്യാൻ സി ദിസ് പ്രോബ്ലം. സ്റ്റേറ്റ് ഇക്വേഷൻ തന്നിട്ട് നമ്മളോട് എന്ത് പറഞ്ഞിരിക്കുകയാണ്, കൺട്രോളബിലിറ്റി ഒബ്സർവബിലിറ്റി നോക്കാൻ പറയാം. ഇപ്പോൾ ഇവിടെയും നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെയാണ് നോർമലായിട്ട് ചോദിക്കുക. കൺട്രോളബിലിറ്റി ആൻഡ് ഒബ്സർവബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ നിങ്ങളോട് നോർമലായിട്ട് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്ന ഈ ഒരു മോഡലിലായിരിക്കും നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റ് ഇക്വേഷനും ഔട്ട്പുട്ട് ഇക്വേഷനും നമ്മൾ തന്നിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇവിടെ x1 ഡോട്ട് ഈസ് ഇക്വൽ ടു x2 എന്നാണ്. അപ്പോൾ നമുക്ക് 3 സ്റ്റേറ്റ് വേരിയബിൾസ് x1 x2 x3 3 സ്റ്റേറ്റ് വേരിയബിൾസ് ആണ്. അപ്പം നമുക്കറിയാം x1 ഡോട്ട് x2 ഡോട്ട് x3 ഡോട്ട് 3 നമ്മൾ ഇക്വേഷൻസ് അതുപോലെ എഴുതി. പിന്നെ നമുക്കറിയാം x1 ഡോട്ട് ഈസ് ഇക്വൽ ടു x2, അപ്പോൾ അതായത് x1 x2 x3 x1 ഈസ് ഇക്വൽ ടു x2 എന്നാണ്. അപ്പം 0 1 0 എന്ന് തോന്നുന്നു, അതായത് x2 മാത്രമേ ഉള്ളൂ. x2 ഡോട്ട് ഈസ് ഇക്വൽ ടു x3, അപ്പോൾ ഇതെന്താണ് 1 0 0 1 എന്ന് തോന്നുന്നു. x3 ഡോട്ട് എന്ന് പറഞ്ഞാൽ -24 x1 -26 x2 -9 x3 പ്ലസ് u. ഓക്കെ, ബാക്കിയുള്ള ഇതിനൊന്നും മാത്രമേ u ഉള്ളൂ, അതുകൊണ്ട് തന്നെ 0 0 1 u എന്ന് എഴുതി. അപ്പോൾ ഇതാണ് സ്റ്റേറ്റ് ഇക്വേഷൻ. ഔട്ട്പുട്ട് ഇക്വേഷൻ എന്താണ്, 2x1 പ്ലസ് x2 എന്നാണ്. y ഈസ് ഇക്വൽ ടു 2x1 പ്ലസ് x2, അതായത് x1 x2 x3 ഉണ്ട് സ്റ്റേറ്റ് വേരിയബിൾസ്. അതിനകത്ത് x3യുടെ ടേം ഇല്ല, x1ന്റെയും x2ന്റെ ടേം മാത്രമേ ഉള്ളൂ. അപ്പം 2 1 0. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ഇക്വേഷൻ. അപ്പോൾ സ്റ്റേറ്റ് ഇക്വേഷനും ഔട്ട്പുട്ട് ഇക്വേഷനും തന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയുള്ള പ്രൊസീജിയറാണ്. നിങ്ങൾക്കറിയാം എന്താണ് കൺട്രോളബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ്, 3 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ n-1 വരെയാണ് നമ്മൾ എടുക്കേണ്ടത്. 3 - 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പം നമ്മൾ എടുക്കുന്ന എന്താണ്, ബി എ ബി ഈ എ സ്ക്വയർ ബി വരെയായിരിക്കും നമ്മൾ ഇവിടെയും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെയും നമ്മൾ ബി എ സ്ക്വയർ ബി വരെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതാണ് കോമ്പോസിറ്റ് മെട്രിക്സ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത്, ഓക്കെ, ബി എന്ന് പറയുന്നത് ഒരു 1/3 ആണ്. ആക്ച്വലി നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു സിംഗിൾ കോളം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ പോലെയുള്ള കോംപ്ലിക്കേഷൻസ് വരാൻ ചാൻസ് ഇല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എ കണ്ടുപിടിച്ചു, സോറി ബി നമുക്കറിയാം, എ ബി നമ്മൾ കണ്ടുപിടിക്കണം. എ ബി എന്ന് പറയുന്നത് എ ഇൻറ്റു ബി, ദാറ്റ് ഈസ് എ ഇവിടെയുണ്ട് ബി ഉണ്ട്. എ ഇൻറ്റു ബി നമ്മൾ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് 0 1 -9 കിട്ടി. ഇനിയിപ്പം എ സ്ക്വയർ ബിയും നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെയും ബിയുടെ വാല്യൂ എന്താണ്, ഒരു സിംഗിൾ കോളം മാത്രമേ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദിസ് ഈസ് ഓൾസോ ഗെറ്റ് ആസ് ഔട്ട്പുട്ട് ആസ് 1. ഓക്കെ, 1/3 മെട്രിക്സ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. അതായത് നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ എ സ്ക്വയർ ബി, എ ഇൻറ്റു എ സ്ക്വയർ ബി നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ എ ബി ഇൻറ്റു നമുക്ക് ഒന്നെങ്കിൽ എ ബിയെ എന്തുകൊണ്ട് കണ്ടുപിടിച്ചാൽ മതി, എ ബി ഇൻറ്റു എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. എ ബി നമ്മൾ കണ്ടുപിടിച്ചാൽ എ ബി ഇൻറ്റു എ ആണ് എ സ്ക്വയർ ബി. അപ്പം എ ബി എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് കണ്ടുപിടിച്ചത് എന്താണ്, 0 1 9 ആണ്. എ ബി ഇൻറ്റു എ, ദാറ്റ് ഈസ് എ ഈസ് വാട്ട് 0 1 0 0 0 1 -24 -26 -6. ക്ലിയർ ആയോ? എ ബി ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതായത് നമുക്ക് കാണേണ്ടത് ബി കാണണം, എ ബി കാണണം, എ സ്ക്വയർ ബി കാണണം. അപ്പോൾ നമ്മൾ എ ബി ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എ ബി ഇവിടെ കണ്ടുപിടിച്ചു 0 1 9. അപ്പം എ ബി ഇൻറ്റു എ ആയിരിക്കും നമ്മളുടെ എ സ്ക്വയർ ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 0 1 9 നമ്മൾ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എ സ്ക്വയർ ബി കിട്ടി. അതെന്ന് പറഞ്ഞാൽ 1 - 9 55 ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഈ മെട്രിക്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഹൗ ക്യാൻ വി റെപ്രസെന്റ് യു സി എന്ന് പറയുന്നത്, യു സി ഈസ് ഈക്വൽ ടു ബിക്ക് പകരം എന്താണ്, സോറി ബിക്ക് പകരം ബി ഈസ് ഈക്വൽ ടു 0 0 1 എന്നാണ്. എ ബി നമുക്ക് എന്താ കിട്ടിയത്, 0 1 -9, എ സ്ക്വയർ ബി 1 -9 55. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് കിട്ടിയ കോമ്പോസിറ്റ് മാട്രിക്സ്. അപ്പോൾ ഇത് നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് ക്യൂ സി കണ്ടുപിടിക്കാൻ ഈസിയാണ് അല്ലേ. ഡിറ്റർമിനന്റ് ഓഫ് ക്യൂ സി എന്ന് പറയുന്നത് ഈസി ആയിട്ട് കണ്ടുപിടിക്കും. അത് ലാസ്റ്റത്തെ എലമെന്റ്സ് മാത്രം വെച്ചുള്ളൂ. 0 ആദ്യത്തെ 2 എലമെന്റ് 0 ആണ്. അപ്പോൾ 1 ഇൻറ്റു വാട്ട് വാല്യൂസ് വി ക്യാൻ ഗെറ്റ്, ദാറ്റ്സ് ഓൾ. ഓക്കെ, നമുക്ക് കിട്ടുന്നത് 1 ഇൻറ്റു ദാറ്റ് ഈസ് ആക്ച്വലി -1 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ -1 എന്ന് പറഞ്ഞാൽ നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, ഡിറ്റർമിനന്റ് ഓഫ് ക്യൂ സി ഈസ് നോട്ട് ഈക്വൽ ടു 0 ആണ് എങ്കിൽ
എന്ത് നമുക്ക് പറയാം? ദിസ് ഈസ് ആക്ച്വലി controllable, completely controllable. Okay, and therefore the matrix, sorry, ഇതിന്റെ റാങ്ക് എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും? റാങ്ക് ഓഫ് ദ മെട്രിക്സ് ഈസ് ഈക്വൽ ടു 3. ഓക്കെ, റാങ്ക് 3 ആയിരിക്കും QC നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ. ക്ലിയർ ആണോ? വിനയ് ഉണ്ടോ ഇവിടെ? വിനയ് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഓക്കെ, ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? മെൽഡിൻ സാർ ക്ലിയർ ആണ് സാർ. അടുത്തത് ഒബ്സർവബിലിറ്റി ടെസ്റ്റും ഇതേപോലെ തന്നെയാണ്. നമ്മൾ ഒബ്സർവബിലിറ്റി ടെസ്റ്റ് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ അതുകൊണ്ടാണ് ഈ പ്രോബ്ലം ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഒബ്സർവബിലിറ്റി Q നോട്ട് ഈസ് ഈക്വൽ ടു ഒരു കോമ്പോസിറ്റ് മെട്രിക്സ് നമ്മൾ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? C ട്രാൻസ്വേഴ്സ് A ട്രാൻസ്വേഴ്സ് C ട്രാൻസ്വേഴ്സ് A ട്രാൻസ്വേഴ്സ് ഹോൾ സ്ക്വയർ C ട്രാൻസ്വേഴ്സ് അപ് ടു A ട്രാൻസ്വേഴ്സ് ഹോൾ പവർ n-1 C ട്രാൻസ്വേഴ്സ് അല്ലെ? ഇതാണ് നമ്മളുടെ കോമ്പോസിറ്റ് മെട്രിക്സ് ഫോർ ഒബ്സർവബിലിറ്റി ടെസ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ചെക്ക് ചെയ്യേണ്ടതും നമുക്ക് അറിയാം. ഇവിടെയും n-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ n-1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ നമുക്ക് എത്ര വരെ കണ്ടുപിടിക്കണം? Q നോട്ടിന്റെ വാല്യൂ Q നോട്ട് ഈസ് ഈക്വൽ ടു C ട്രാൻസ്വേഴ്സ് A ട്രാൻസ്വേഴ്സ് C ട്രാൻസ്വേഴ്സ് A ട്രാൻസ്വേഴ്സ് സ്ക്വയർ, സോറി C ട്രാൻസ്വേഴ്സ്, ആദ്യം C ട്രാൻസ്വേഴ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഓക്കെ, ഫസ്റ്റ് C ട്രാൻസ്വേഴ്സ്, പിന്നെ A ട്രാൻസ്വേഴ്സ് C ട്രാൻസ്വേഴ്സ്, പിന്നെന്താണ് A ട്രാൻസ്വേഴ്സ് സ്ക്വയർ അല്ലെ? അവിടെ വരെ നമുക്ക് മതി, കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ C ട്രാൻസ്വേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇത് n-1 വരെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. n-1ന്റെ വാല്യൂ 2 ആയതുകൊണ്ട് തന്നെ ദിസ് വാല്യൂ ഇസ് വി ക്യാൻ ഏബിൾ ടു ഗെറ്റ് ലൈക്ക് ദിസ്. അപ്പം Q നോട്ട് എന്ന് പറയുന്നത് ആദ്യം C ട്രാൻസ്വേഴ്സ് വേണം. C ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാൽ C യുടെ വാല്യൂ ട്രാൻസ്വേഴ്സ് ചെയ്യാം. അപ്പോൾ A ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാൽ A കണ്ടുപിടിച്ച് അതിന്റെ ട്രാൻസ്വേഴ്സ് ആണ്. അപ്പോൾ A ട്രാൻസ്വേഴ്സ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനകത്തുണ്ട് C ട്രാൻസ്വേഴ്സ് A എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. യു ക്യാൻ സി, ഐ തിങ്ക് എന്താണ്, ദിസ് ഈസ് ആക്ച്വലി A, ദിസ് ഈസ് B, ദിസ് ഈസ് C. ഓക്കെ, അപ്പം യു ക്യാൻ C ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാൽ 210 ആവും. അത് കോളത്തിലുണ്ടായിരുന്നു, റോയിലുണ്ടായിരുന്നത് കോളത്തിലായി. അപ്പോൾ ഇത് A ട്രാൻസ്വേഴ്സ്. അപ്പം നമുക്ക് C ട്രാൻസ്വേഴ്സ് A ട്രാൻസ്വേഴ്സ് C ട്രാൻസ്വേഴ്സ്, അപ്പോൾ A ട്രാൻസ്വേഴ്സ് ഇൻറ്റു C ട്രാൻസ്വേഴ്സ് നമുക്ക് കാണണം. അപ്പോൾ അത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതുപോലെ തന്നെ A ട്രാൻസ്വേഴ്സ് സ്ക്വയർ ഇൻറ്റു C ട്രാൻസ്വേഴ്സ്. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ C ട്രാൻസ്വേഴ്സ് A ട്രാൻസ്വേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? C ട്രാൻസ്വേഴ്സ് 210 ആണ്. A ട്രാൻസ്വേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 0 0 -24 1 0 -26 0 1 -9. ഓക്കെ, ഇതാണ് C ട്രാൻസ്വേഴ്സ് ഇൻറ്റു A ട്രാൻസ്വേഴ്സ്. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 0 to 1 ആയിരിക്കും നമുക്ക് C ട്രാൻസ്വേഴ്സ് ഇൻറ്റു A ട്രാൻസ്വേഴ്സ് കിട്ടുക. ഓക്കെ, ആദ്യത്തെ കേസിൽ 2 ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ 0 ആയിരിക്കും വരിക. 2 into this one 0. രണ്ടാമത്തെ ഓക്കെ 0 to 1 ആണ്. അടുത്തത് C ട്രാൻസ്വേഴ്സിന്റെ A ട്രാൻസ്വേഴ്സ് കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ വീണ്ടും ഒരു A ട്രാൻസ്വേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് -24 -26 7. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ. നമുക്ക് ക്ലാസ്സിലായിരുന്നെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. ഇപ്പം ഇതിപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്താലും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പം നിങ്ങളിത് ജസ്റ്റ് നോക്കുക. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി ദ വാല്യൂ ഓഫ് Q നോട്ട്. ഓക്കെ, Q നോട്ട് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ Q നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡിറ്റർമിനന്റ് ഓഫ് Q നോട്ട് കാണുന്നു. ഡിറ്റർമിനന്റ് ഓഫ് Q നോട്ട് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് Q നോട്ട് നമ്മൾ കാണുക. ആ ഡിറ്റർമിനന്റ് ഓഫ് Q നോട്ടിന്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? സിസ്റ്റം ഈസ് വാട്ട് ഒബ്സർവബിൾ ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒബ്സർവബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നോട്ട് ഈക്വൽ ടു 0 ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിന്റെ വാല്യൂ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0 ആണ്. Therefore this system is not observable. Okay, this is not observable. Okay അല്ലേ?
അപ്പോൾ ഈ ഒബ്സർവബിലിറ്റി ടെസ്റ്റ് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. കൽമാൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റാണ്. അപ്പോൾ നിങ്ങളോട് സ്പെസിഫിക് ആയിട്ട് ഗിൽബർട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മാത്രം നിങ്ങൾ ഗിൽബർട്ട് ടെസ്റ്റ് വെച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ ട്രാൻസ്ഫോംഡ് ടു കൺട്രോളബിലിറ്റി ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അല്ലാത്ത കേസിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ലാത്ത കേസിൽ നിങ്ങൾ ഒബ്സർവബിലിറ്റി കൽമാൻസ് ടെസ്റ്റ് വെച്ചിട്ട് ഒബ്സർവബിലിറ്റിയും കൺട്രോളബിലിറ്റിയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ ആണോ? ആദർശ ക്ലിയർ ആണോ പറയുന്നത്? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ എത്ര പേര് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഓക്കെ, അപ്പോൾ ഉള്ളവരെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞു പോയാലും കാര്യമില്ല. നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് സീരിയസിന്റെ എക്സാമിന് എഴുതിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്. നിങ്ങൾ പ്രോബ്ലം ആണെങ്കിലും ഗ്രാഫ് ആണെങ്കിലും ഒക്കെ വരച്ചും ചെയ്തും ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫൈനലായിട്ട് നിങ്ങൾക്ക് ആൻസർ എത്തിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ നോക്കി പോയിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുവാണ്. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ യു ക്യാൻ സി റൈറ്റ് ദ സ്റ്റേറ്റ് ഇക്വേഷൻ ഫോർ ദ സിസ്റ്റം ഷോൺ ഇൻ ഫിഗർ ഇൻ വിച്ച്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹിയർ ഇവിടെ ഒരു ബ്ലോക്ക് ഡയഗ്രം ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ബ്ലോക്ക് ഡയഗ്രം നമുക്ക് തന്നിട്ടുണ്ട്. ഫ്രം ദാറ്റ് ബ്ലോക്ക് ഡയഗ്രം വി നീഡ് ടു ഫോം ദ സ്റ്റേറ്റ് ഇക്വേഷൻ. ഓക്കെ, നമ്മൾ ഒരു സ്റ്റേറ്റ് ഇക്വേഷനിൽ നിന്ന് നമ്മളൊരു ബ്ലോക്ക് ഡയഗ്രത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കും. അതായത് ഞാൻ ആദ്യത്തെ ഒരു പ്രോബ്ലം തന്നപ്പോൾ നമുക്ക് ഒരു സ്റ്റേറ്റ് ഇക്വേഷൻ കിട്ടിയിട്ട് ആ സ്റ്റേറ്റ് ഇക്വേഷനെ നമ്മൾ ബ്ലോക്ക് ഡയഗ്രത്തിലേക്ക് കൺവേർട്ട് ചെയ്തായിരുന്നു. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ആദ്യത്തെ ഒരു പ്രോബ്ലത്തിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ തന്നിട്ടുള്ളത് സ്റ്റേറ്റ് ഇക്വേഷൻസ് ഫോർ ദ സിസ്റ്റം ഷോൺ ഇൻ ഫിഗർ. റൈറ്റ്, ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ദ സ്റ്റേറ്റ് ഇക്വേഷൻ ഫോർ ദ സിസ്റ്റം ഷോൺ ഇൻ ഫിഗർ ഇൻ വിച്ച് x1, x2 and x3 constitute the state vector. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും x1ഉം x2ഉം x3യും ആണ് നമ്മളുടെ സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്, നമുക്ക് അതുപോലെ തന്നെ നമ്മളോട് ഇതിന്റെ കൂടെ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിറ്റർമൈൻ ദ വെദർ ദ സിസ്റ്റം ഈസ് കംപ്ലീറ്റ്ലി കൺട്രോളബിൾ ആൻഡ് ഒബ്സർവബിൾ. ഓക്കെ, കൺട്രോളബിളും ഒബ്സർവബിളും ആണോ എന്ന് നമ്മളോട് ചെക്ക് ചെയ്യാനും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് സ്റ്റേറ്റ് ഇക്വേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം, ഓക്കെ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ക്വസ്റ്റ്യൻ ആണ് ഞാൻ നോക്കിയിട്ട്. അതായത് നമുക്കിവിടെ ബ്ലോക്ക് ഡയഗ്രത്തിൽ നിന്ന് നിങ്ങൾ സ്റ്റേറ്റ് ഇക്വേഷൻ കണ്ടുപിടിക്കുക. ആ സ്റ്റേറ്റ് ഇക്വേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങളോട് ഇത് കൺട്രോളബിൾ ആണോ ഒബ്സർവബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് കേസസ് ആണ് നിങ്ങൾ ഇവിടെ നോക്കേണ്ടത്. ബ്ലോക്ക് ഡയഗ്രത്തിൽ നിന്ന് സ്റ്റേറ്റ് ഇക്വേഷനും ഔട്ട്പുട്ട് ഇക്വേഷനും നമ്മൾ കണ്ടുപിടിക്കുക. After that we need to find out we need to check whether the system is controllable or that particular state equation is controllable or not. Okay, അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് കിട്ടുക? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റേറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ജനറൽ ആയിട്ടുള്ള ഫോർമാറ്റ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കാം. അതായത് സ്റ്റേറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് സ്റ്റേറ്റ് ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. x.a(x+b) എന്നാണ് നമ്മളുടെ സ്റ്റേറ്റ് ഇക്വേഷൻ. ഓക്കെ, സ്റ്റേറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ax+b ആണ് സ്റ്റേറ്റ് ഇക്വേഷൻ. അപ്പോൾ അതിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ നമുക്കുള്ളത് x1, x2 ആൻഡ് x3 ആണ് നമുക്കുള്ളത്. അതായത് സ്റ്റേറ്റ് വേരിയബിൾസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഫ്രം ദാറ്റ് വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ് ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം. അപ്പം അതായത് 3 സ്റ്റേറ്റ് വേരിയബിൾസ് നമുക്ക് കിട്ടണം. ഓക്കെ, 3 സ്റ്റേറ്റ് വേരിയബിൾസും നമുക്ക് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആദ്യം നമ്മൾ ഈ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ഏബിൾ ടു റൈറ്റ് x1 of s. x1 of s എങ്ങനെ നമുക്ക് എഴുതാം? ഈ ഒരു ഇക്വേഷനിൽ നോക്കുവാണെങ്കിൽ നമുക്ക് x1 of s നെ നമുക്ക് എങ്ങനെ എഴുതാം? x1 of s ഈക്വൽ ടു എന്താണ്? ഇവിടെ നമ്മൾ ബ്ലോക്ക് ഡയഗ്രം ബ്ലോക്ക് ഡയഗ്രം റിഡക്ഷൻ മെത്തേഡോ കാര്യങ്ങളോ ഒന്നും അല്ല യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ എഴുതുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും x2 minus x3 അല്ലെ, x2 minus x3 into 2 into s into s+1 ആണ് നമ്മളുടെ x1 of s എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതാണ് നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരച്ചിരിക്കുന്നത്. അപ്പം ഈ ഡയഗ്രത്തെ നമ്മളൊന്ന് ഇതിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. x3 minus
x2 minus x3 into 2 into s plus 1 is equal to s into s plus 1 is equal to x1 of s. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? x1 of s നെ നമുക്ക് എങ്ങനെ എഴുതാം? x1 of s is equal to x2 minus x1 അല്ലേ? ദാറ്റ് ഈസ് x2 of s minus x1 of s into 2 into s into s plus 1. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത് x1 of s. അപ്പോൾ ഇതിൽ നമുക്ക് എന്തിന്റെ വാല്യൂ എഴുതാം? ഫ്രം ദാറ്റ് വി ക്യാൻ ഏബിൾ ടു ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എഴുതാം 2 into s minus s into s plus 1. അപ്പോൾ 2 into s into s plus 1 into x1 of s equal to 2 minus x1 into 2. ഇങ്ങനെ എഴുതത്തില്ലേ? ഇങ്ങനെ എഴുതുന്നതിന് തെറ്റുണ്ടോ? അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ എഴുതുന്നത് എന്താണ്? വി ക്യാൻ ഏബിൾ ടു റൈറ്റ് ക്യാൻ സി എന്താണ് x1 of s is equal to s2 minus x1. അപ്പോൾ ഇതിനെ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ഇവിടുന്ന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് s into s plus 1നെ x1 of s കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 2 into x2 of s minus 2 into x3 of s എന്ന് എഴുതാം. അപ്പം ഇതിനെ നമുക്ക് എഴുതുവാണെങ്കിൽ s square into x1 of s plus s into അതായത് s square into x1 of s plus s into x1 of s equal to 2 into x2 of s minus 2 into x3 of s. ഓക്കെ, അപ്പം നമുക്ക് ഇത് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഇക്വേഷന്റെ ഫോമിലല്ല. അതായത് നമുക്ക് ഏത് ഫോമിലാണ് വേണ്ടത്? x1 x dot is equal to ax plus v എന്ന് പറഞ്ഞ ഫോമിലാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ അതിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുന്നു. ഓക്കെ, ടേക്കിംഗ് ഇൻവേഴ്സ് ലാപ്ലാസ്. നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ഒരു ഇക്വേഷൻ തന്നാൽ അതിനെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്താൽ എന്ത് വരും? അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? എക്സ് സ്ക്വയറിനെ ഇൻവേഴ്സ് ലാപ്ലാസ് എടുത്താൽ x1 ഡബിൾ ഡോട്ട് എന്ന് വരും. അതായത് d സ്ക്വയർ x1 ബൈ d2 സ്ക്വയർ. ഇപ്പൊ d x1 ഡബിൾ ഡോട്ട് ഇതിനെ s ഇൻറ്റു x1 ഓഫ് s എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? നമുക്ക് x1 ഡോട്ട് എന്ന് എഴുതാം. ദിസ് ഈസ് ആക്ച്വലി ഈക്വൽ ടു 2x2. ഓക്കെ, ദിസ് ഈസ് 2x2 എന്ന് എഴുതാം മൈനസ് 2x3. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? 2x2 മൈനസ് 2x3 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ x1 ഡോട്ട്, ഇപ്പൊ ഇവിടെ ഒരു ടേം എക്സ്ട്രാ വന്നത് x1 ഡബിൾ ഡോട്ട്, അങ്ങനെ ഒരു സംഭവം ഇല്ല. അത് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പൊ ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, x1 ഡോട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഇക്വേഷൻ x1 ഡോട്ട് തന്നെയാണ്. ഈ x1 ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x1 ഡബിൾ ഡോട്ട് പ്ലസ് x1 ഡോട്ട് പ്ലസ് ഈക്വൽ ടു 2x1 മൈനസ് 2x3. ഇത് എഴുതിയത് ക്ലിയർ ആണോ? ഇത് എഴുതിയത് ക്ലിയർ ആണോ? ഈ ഇക്വേഷനിൽ നിന്ന്, ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ നിന്ന് ഇത് എഴുതിയത് ക്ലിയർ ആണോ? ആരെങ്കിലും ഒന്ന് പറ. ജസ്നയുണ്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇതിന്റെ അതായത് നമ്മൾ ഇത് ടൈപ്പ് പ്രോബ്ലം കുറച്ച് ചെയ്തിട്ടുണ്ട്. ഇത് അന്ന് ഇല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം, നോക്കൂ കേട്ടോ. അതായത് ഇതിനെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന്, അതായത് നമ്മളുടെ ആദ്യത്തെ ഒരു ബ്ലോക്കിൽ നിന്ന് നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഇക്വേഷൻ ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നോക്കുക. അതായത് x2 of s എന്ന് പറയുന്നത്, വാട്ട് ഈസ് x2 of s എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് കിട്ടുക നോക്കിയാൽ, വാട്ട് ഈസ് x2 of s എങ്ങനെ കിട്ടുക? ഏത് വെച്ചിട്ടാണ് x2 of s? x1 of s കിട്ടിയത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി x2 of s എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഓക്കെ, x2 of s അല്ല, അല്ലെങ്കിൽ അടുത്ത x2 of s കാണുന്നുണ്ട്, എങ്ങനെയാണല്ലോ ആയിക്കോട്ടെ. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് x3 of s എങ്ങനെയാണ് കാണുന്നത് നോക്കാം. ഇവിടെ ഈ x3 of s എന്ന് പറഞ്ഞാൽ ആക്ച്വലി എങ്ങനെയാണ്? x1 of s into s ആണ് x3 of s അല്ലേ? ഫീഡ്ബാക്ക് ആണ്. അപ്പൊ നമുക്ക് എന്താ എഴുതാം? x1 of s into s x3 of s നമുക്ക് എഴുതാം. അപ്പൊ ഈ ബ്ലോക്കിൽ നിന്ന് തന്നെ നമ്മൾ എഴുതുന്ന കാര്യങ്ങളാണ് ഇതല്ല, അല്ലാതെ വേറെ എക്സ്ട്രാ ഒന്നും എഴുതുന്നില്ല. x1 of s into s is equal to x3 of s. അതായത് ഈ ഫീഡ്ബാക്ക് ആയിട്ട് വരുന്നതാണ് x1 of s into s, that is x3 of s. പക്ഷേ x3 of s എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്കില്ല. ഇതിനെ നമ്മൾ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുവാണെങ്കിൽ, ഓക്കെ, ഇതിന്റെയും ഇൻവേഴ്സ് ലാപ്ലാസ് എടുക്കുവാണെങ്കിൽ വി ക്യാൻ ഏബിൾ ടു റൈറ്റ് വാട്ട് x3 ഈക്വൽ ടു x1 ഡോട്ട് എന്ന് എഴുതാം. x3 ഈസ് ഈക്വൽ ടു s into x1 of s എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് എടുക്കുമ്പോൾ എന്ത് വരും? x1 ഡോട്ട് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, x3 ഈസ് ഈക്വൽ ടു x1 ഡോട്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ x2 of s എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് എഴുതാൻ നോക്കാം. x2 of s എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? x2 of s ന്റെ ഇൻപുട്ടായിട്ട് ഇതിന്റെ ഈ ബ്ലോക്കിന്റെ ഇൻപുട്ടായിട്ട് എന്തൊക്കെയാണ് വരുന്നത്? u of s മൈനസ് x1 of s ആണ് എവിടെ വരുന്നത്? ഇവിടെ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ u of s into x1 of s ആണ് ഇവിടെ വരിക അല്ലെ? x1 of s ആണ് ഫീഡ്ബാക്ക്. അപ്പം ഇതിന്റെ ഇൻപുട്ടായിട്ട് വരുന്നത് ഏതാണ്? u of s മൈനസ് x1 of s.
അപ്പം യു ഓഫ് എസ് ഇൻറ്റു എക്സ് എൻ ഓഫ് എസ് ഇൻറ്റു 2 ഇൻറ്റു എസ് പ്ലസ് 3 ആണ് എക്സ് യു ഓഫ് എസ്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് ഇവിടെ ഇതുപോലെ റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ വി ക്യാൻ റൈറ്റ് യു ഓഫ് എസ് ഇൻറ്റു എക്സ് എൻ ഓഫ് എസ് ഇൻറ്റു 2 ഇൻറ്റു എസ് പ്ലസ് 2 ബൈ എസ് പ്ലസ് 3 ഈസ് ഇക്വൽ ടു എക്സ് യു ഓഫ് എസ് എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഇക്വേഷൻസ് നമുക്ക് എഴുതാം. എക്സ് ടു ഓഫ് എസ് ഇസ് ഇൻറ്റു എസ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു യു ഓഫ് എസ് മൈനസ് 2 ഇൻറ്റു എക്സ് എൻ ഓഫ് എസ്. ഓക്കെ, അപ്പം ഇതിനെ നമ്മൾ എന്താണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ എസ് ഇൻറ്റു എക്സ് ടു ഓഫ് എസ് 3 ഇൻറ്റു എക്സ് ടു ഓഫ് എസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു യു ഓഫ് എസ് മൈനസ് 2 ഇൻറ്റു എക്സ് എൻ ഓഫ് എസ് എന്ന് എഴുതാം. അപ്പോൾ ഇതിനെയും ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുവാണെങ്കിൽ എസ് ഇൻറ്റു എക്സ് ടു ഓഫ് എസിന്റെ എന്തായിരിക്കും എക്സ് ടു ഡോട്ട് എന്ന് വരും. 3 ഇൻറ്റു എക്സ് ടു ഓഫ് എസിനെ 3x2 എന്ന് എഴുതാം. 2 ഇൻറ്റു യു ഓഫ് എസ് 2u 2 ഇൻറ്റു എക്സ് എൻ ഓഫ് എസിനെ 2 ഇൻറ്റു എക്സ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുവാണെങ്കിൽ അങ്ങനെ തന്നെ വരും. അപ്പോൾ ഇതിൽ നമുക്ക് എന്തിന്റെ ഇക്വേഷൻ എഴുതാം? x2 ഡോട്ടിന്റെ ഇക്വേഷൻ എഴുതാം. x2 ഡോട്ടിന്റെ ഇക്വേഷനിൽ വേറെ ഒരു ടേമും ഇല്ല. അപ്പം നമുക്ക് 3 ഇക്വേഷൻസ്, അതായത് x2 ഡോട്ടിന്റെ ഇക്വേഷൻ കിട്ടി. ഈ x2 ഡോട്ടിന്റെ ഇക്വേഷൻ ഓക്കെയാണ്. ഓക്കെ, പക്ഷേ നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ യു ക്യാൻ സി എന്താണ് ഫസ്റ്റ് ഇക്വേഷൻ x1 ഡബിൾ ഡോട്ട് ഈസ് പ്ലസ് x1 ഡോട്ട് ഈസ് ഇക്വൽ ടു 2x1. അപ്പോൾ അതായത് x1 ഡബിൾ ഡോട്ട് എന്ന് പറയുന്ന ടേം ഇവിടെ എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ സ്റ്റേറ്റ് ഇക്വേഷനിൽ ax പ്ലസ് b എന്ന് പറയുന്ന ഫോമിലാണ്. അപ്പോൾ 3 ഇക്വേഷൻ കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ ആക്ച്വലി എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 ഇക്വേഷനെ നമ്മൾ ഒരു വേറൊരു ഫോമിലേക്ക്, അതായത് സ്റ്റേറ്റ് ഇക്വേഷന്റെ ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യം എന്താണ്, x1 ഡോട്ട് ഈസിക്കൽ ടു x3 എന്ന് അറിയാം. x1 ഡോട്ട് ഈസിക്കൽ ടു x3 ആണെങ്കിൽ ഈ x1 ഡബിൾ ഡോട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? x1 ഡോട്ട് ഈസിക്കൽ ടു x3 ആണ് എങ്കിൽ ഓക്കെ, വീണ്ടും ഒന്ന് എന്ത് ചെയ്യുകയാണെങ്കിൽ ഡിഫറൻഷിയേറ്റ് x1 ഡോട്ട് ഈസിക്കൽ ടു x3 എന്ന് നമുക്ക് ഇക്വേഷനിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ x1 ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? x3 ഡോട്ട് എന്ന് എഴുതത്തില്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? x1 ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു x3 എന്ന് എഴുതാം. അപ്പോൾ എന്തെഴുതാൻ പറ്റും? അതിന് പകരം നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷനിൽ x1 ഡബിൾ ഡോട്ടിന് പകരം എന്ത് കൊടുക്കാം വേണമെങ്കിൽ? x3 ഡോട്ട് എന്ന് നമുക്ക് കൊടുക്കത്തില്ലേ? ഓക്കെ, അപ്പോൾ വി ക്യാൻ ഏബിൾ ടു പുട്ട് x1 ഡോട്ട് ഈസ് ഈക്വൽ ടു x3 ആൻഡ് x1 ഡബിൾ ഡോട്ടിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? x3 എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ എന്താവും? x1 ഡോട്ടിന് പകരം x1 ഡബിൾ ഡോട്ടിന് പകരം x3 ഡോട്ടും ആവും. ദിസ് ഇക്വേഷൻ ബിക്കം x1 ഡബിൾ ഡോട്ടിന് പകരം x3 ഡോട്ട് ആവും, x1 ഡോട്ടിന് പകരം x3 ആവും, ഈക്വൽ ടു 2x2 മൈനസ് 2x3 എന്ന് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. സോറി, കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് x3 ഡോട്ടിന്റെ ഇക്വേഷനിൽ നിന്നും ഏതിൽ നിന്ന് കിട്ടി? ഇതിൽ നിന്ന് കിട്ടി. ഓക്കെ, x3 ഡോട്ട് ഈസ് ഈക്വൽ ടു 2x2 മൈനസ് 2x3 മൈനസ് x3 എന്ന് കിട്ടി. അപ്പോൾ അതിൽ നമുക്ക് എന്ത് കിട്ടും? x3 ഡോട്ടിന്റെ ഇക്വേഷൻ കിട്ടി. അപ്പം നമുക്ക് x3 ഡോട്ടിന്റെ ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് കിട്ടി. അതുപോലെ തന്നെ x2 ഡോട്ടിന്റെ ഇക്വേഷൻ നമുക്ക് തേർഡ് ഇക്വേഷനിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ x1 ഡോട്ടിന്റെ ഇക്വേഷൻ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. x1 ഡോട്ട് ഈസ് ഈക്വൽ ടു x3 എന്നാണ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് മൂന്നും കൂടെ ചേർന്നിട്ടുള്ളതാണ് നമ്മളുടെ സ്റ്റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് ഇക്വേഷനും ഇതുപോലെ ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിച്ച് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഔട്ട്പുട്ട് ഇക്വേഷൻ എന്താണ്? ഔട്ട്പുട്ട് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു y ഈക്വൽ ടു x എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. അപ്പോൾ അത് നമുക്ക് ഇപ്പം ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് y ഈക്വൽ ടു x1 ഓക്കെ നമുക്ക് അങ്ങനെ കൊടുക്കാം. അത് ഇപ്പം ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേറ്റ് ഇക്വേഷൻ. അപ്പോൾ ഈ സ്റ്റേറ്റ് ഇക്വേഷൻ മെട്രിക്സ്